നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ നടന്ന പുലിക്കളി ആവേശമായി. പഞ്ചാരി മേളത്തിൽ കൊട്ടിക്കയറാനൊരുങ്ങുകയാണ് 11-അംഗ മേളസംഘം. കോടാലി താളുപ്പാടം മുപ്പിളിയിൽ വീട്ടുമുറ്റത്ത് പുലിയിറങ്ങി. നന്ദിക്കര പറപ്പൂക്കര മാപ്രാണ റോഡിൽ മുത്തരത്തിക്കര ഭാഗത്ത് 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ നടന്ന പുലിക്കളി ആവേശമായി. 7 ദേശങ്ങളാണ് പുലിക്കളിയിൽ പങ്കെടുത്തത്. ബുധനാഴ്ച പുലർച്ചെ മുതൽ പുലിവര ആരംഭിച്ചു. കരിമ്പുലി, പുള്ളിപ്പുലി, വെള്ളപ്പുലി, വരയൻ പുലി തുടങ്ങി എല്ലാം ഇവിടെ കലാകാരന്മാരുടെ കരവിരുതിൽ പിറവിയെടുത്തു. 3 മണിയോടെ തൃശൂർ സ്വരാജ് റൗണ്ടിൽ പുലികൾ എത്തിത്തുടങ്ങി. വൈകിട്ട് നായ്ക്കനാൽ ജംഗ്ഷനിൽ പാട്ടുരായ്ക്കൽ പുലി സംഘത്തിന് ഫ്ളാഗ് ഓഫ് നൽകിയതോടെ പുലിക്കളിക്ക് ആരംഭമായി. തുടർന്ന് പുലി ചുവടുകളോടെ ഓരോ ദേശക്കാരും റൗണ്ടിൽ പ്രവേശിച്ചു. ഓരോ സംഘത്തിനും 51 പുലികൾ വരെയുണ്ടായി. കൂടാതെ ടാബ്ലോകളും ഉണ്ടായി. ബിനി ഹെറിറ്റേജിനു മുൻപിൽ നടക്കുന്ന സമ്മാന വിതരണത്തോടെ പുലിക്കളിക്ക് സമാപനമാകും. പുലിക്കളിയുടെ ഭാഗമായി തൃശൂർ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് പുലിക്കളി കാണാനെത്തിയത്. തൃശൂരിൽ പുലികളിറങ്ങി തകർത്താടിയപ്പോൾ പുലികൾക്ക് ജീവനേകാൻ ചായമിട്ട് ചാലക്കുടി സ്വദേശികൾ. പാട്ടുരായ്ക്കൽ സംഘത്തിന് വേണ്ടി ചിത്രകലാകാരന്മാരായ കാടുകുറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കലാകാരനുമായ PC അയ്യപ്പനും മേലൂർ സ്വദേശിയും മികച്ച കലാകാരനുമായ സുരേഷ് മുട്ടത്തിയും ചേർന്ന് പുലികൾക്ക് ജീവൻ നൽകി. ഇരുവരും കലാരംഗത്ത് ശ്രദ്ധേയരാണ്. കടും മഞ്ഞയും കറുപ്പും ചായങ്ങളാണ് പ്രധാനമായും ഉപയോഗിക്കുക. പുള്ളിപ്പുലികളെ വരയ്ക്കുമ്പോൾ പിൻഭാഗത്ത് നിന്ന് വലിയ പുള്ളിയിൽ തുടങ്ങി വയറിലെത്തുമ്പോൾ ചെറുതായി വരയ്ക്കുന്ന മണിക്കൂറുകൾ നീണ്ട പ്രയത്നമാണ് ചാലക്കുടി സ്വദേശികളായ സുരേഷ് മുട്ടത്തിയും PC അയ്യപ്പനും ചേർന്ന് പുലികൾക്ക് ജീവൻ നൽകിയത്. ഏറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് പുലി വരാക്കി വരണം എന്നുള്ളത്. ഈ വട്ടണം സാധിച്ചത്. പാട്ടുരായ്ക്കൽ ദേശത്തിന് വേണ്ടിയിട്ടാണ് പുലി വരയ്ക്ക് വേണ്ടി വരാൻ സാധിച്ചത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു അനുഭവം മനസ്സിലായത്. അനുഭവം കാണുന്ന പോലെയല്ല, നമ്മുടെ അനുഭവമാണ്. എത്ര പുലി വരച്ചു? 3 പുലിയാണ് ഞാൻ വരച്ചത്. മൊത്തം 43 പുലികളെ. കരിമ്പുലിയൊക്കെ ഹിറ്റായി എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണോ? കറുപ്പ് പുലികളൊക്കെയാണ് കൂടുതൽ ഞാൻ വരച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല അനുഭവമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആളുകളുടെ റെസ്പോൺസ്? എങ്ങനെയുണ്ടായിരുന്നു? ആളുകളുടെ റെസ്പോൺസ് ഇല്ലായിരുന്നു. അവർ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കാരണം നമ്മളിപ്പോൾ ആദ്യമായിട്ട് വരുന്നത് അവർ ആ പ്രദേശത്തുള്ള ആൾക്കാർ ഒരുപാട് വർഷങ്ങളായിട്ട് പുലിനെ കാണുന്നവരാണ്. മാസങ്ങളുടെ അധ്വാനമാണ് ഓരോ പുലിക്കളി സംഘത്തിനുമുള്ളത്. ശരീരത്തിലെ രോമങ്ങളാകെ വടിച്ചാണ് ചായം തേപ്പ് നടത്തുന്നത്. പുലികളുടെ മുഖം ഉണ്ടാക്കുന്നതും അല്പം അധ്വാനം വേണ്ട പണിയാണ്. കടലാസിൽ പശ പുരട്ടി മുഖരൂപമുണ്ടാക്കിയ ശേഷം അതിന്മേൽ ചൂരൽ കഷ്ണങ്ങൾ കൊണ്ട് പല്ലുകൾ നിർമ്മിക്കും. സൈക്കിൾ ട്യൂബ് മുറിച്ച് നാക്കുണ്ടാക്കും. രോമങ്ങൾ ഉപയോഗിച്ച് താടിയും മുഖവും ഒട്ടിക്കും. പിന്നെ ഏത് പുലിമുഖമാണോ വേണ്ടത് അതിനനുയോജ്യമായ ചായം ഉപയോഗിച്ച് മുഖം മൂടി തയ്യാറാക്കും. മണിക്കൂറുകൾ നീണ്ട കഠിനമായ ജോലിയാണ് ചായം തേപ്പിന് വേണ്ടത്. പഞ്ചാരി മേളത്തിൽ കൊട്ടിക്കയറാൻ ഒരുങ്ങുകയാണ് 11-അംഗ മേളസംഘം. കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 22-ന് വൈകിട്ട് പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികൾ അരങ്ങേറും. ഇക്കഴിഞ്ഞ വേനൽ അവധിക്കാലത്ത് ആരംഭിച്ച മേള പരിശീലനം ഓണാവധിക്കാലമായപ്പോഴേക്കും പഞ്ചാരിയുടെ പതികാലം മുതൽ കയ്യും കോലും ഉപയോഗിച്ച് കൊട്ടി പൂർത്തിയാക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതനിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ NS ഗൗരിനന്ദയ്ക്കൊപ്പം ആര്യൻ NS, അഖിൽ K ബിനേഷ്, വിഷ്ണു സുരേഷ്, വിഷ്ണുദേവ് PM, ശബരീഷ് സുരേഷ്, ശ്രീഹരി KS, നിരഞ്ജൻ TS, ആദിദേവ്, പ്രിൻസ് എന്നിവരാണ് അരങ്ങേറുക. കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം. ഞായറാഴ്ച വൈകിട്ട് 6-ന് ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറ്റ മേളത്തിന് പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും.
കോടാലി താളുപ്പാടം മുപ്പിളിയിൽ വീട്ടുമുറ്റത്ത് പുലിയിറങ്ങി. മുപ്പിളി ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് പുലിയിറങ്ങിയത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. പുലിയുടെ അലർച്ച കേട്ട് ജോസഫിന്റെ മകൻ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് വീട്ടുമുറ്റത്ത് പുള്ളിപ്പുലിയെ കണ്ടത്. പുലിയുടെ ദൃശ്യങ്ങൾ ഇവരുടെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. പുലിയെ കണ്ടതോടെ ജോസഫിന്റെ വീട്ടിലെയും പരിസരത്തെയും വളർത്തുനായ്ക്കൾ കൂട്ടത്തോടെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. വീട്ടുമുറ്റത്ത് പുലിയിറങ്ങിയതോടെ പരിസരവാസികളും ഭീതിയിലാണ്. നാട്ടുകാർ ഇഞ്ചക്കുണ്ട് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചു. കുറച്ച് നാളുകൾക്ക് മുൻപ് മേഖലയിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ രാജിവെച്ചു. പാർട്ടി തീരുമാനപ്രകാരമാണ് രാജി. 4 വർഷത്തിനിടെ 2ാമത്തെ ചെയർപേഴ്സണാണ് ഇത്തരത്തിൽ ഇരിഞ്ഞാലക്കുട നഗരസഭയിൽ നിന്ന് രാജിവെക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെ നഗരസഭാ സെക്രട്ടറി MH ഷാജിക്കിന് രാജിക്കത്ത് കൈമാറി. വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയ്സൺ പാറേക്കാടൻ, ഫെനി എബിൻ വെള്ളാനിക്കാരൻ, കൗൺസിലർമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. 1.25 വർഷം തൃപ്തികരമായ രീതിയിൽ ഭരണം പൂർത്തിയാക്കുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നതായും ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഇത്തരത്തിലുള്ള രാജികൾ ഭരണ സംവിധാനത്തിന് ദോഷം ചെയ്യുകയല്ലേ ഉണ്ടാവുക എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പാർട്ടിക്ക് വ്യക്തമായ ഭരണ നിലപാടുണ്ടെന്നും മാറി മാറി വരുന്നവർ അത് നിറവേറ്റുമെന്നും കഴിവുള്ള എല്ലാവർക്കും അവസരം നൽകുകയാണ് പാർട്ടി ചെയ്യുന്നതെന്നുമായിരുന്നു ചെയർപേഴ്സന്റെ മറുപടി. കാരണം ഇവരുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഈ ഒരു കൊല്ലം 15 മാസം, ഒരു കൊല്ലം കുറച്ച് മാസങ്ങൾ, 15 മാസം നമുക്കിവിടെ ഈ ഒരു ചെയർപേഴ്സൺ എന്ന നിലയിൽ എനിക്ക് ഈ ഒരു ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനും പ്രവർത്തിക്കാനും സാധിച്ചത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. ഈ ഒരു കുറഞ്ഞ കാലയളവാണ് എനിക്ക് ലഭിച്ചുള്ളൂ എങ്കിലും ആ കാലയളവിനുള്ളിൽ ഒരുപാട് പദ്ധതികളെ നമുക്ക് ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും കഴിയുന്നു. നന്ദിക്കര പറപ്പൂക്കര മാപ്രാണ റോഡിൽ മുത്തരത്തിക്കര ഭാഗത്ത് 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധം. കോൺഗ്രസ് മുത്തരത്തിക്കര വാർഡ് കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി എത്തിയത്. കോടികൾ ചിലവിട്ട് നവീകരിക്കുന്ന റോഡ് കരാറുകാരൻ്റെ അനാസ്ഥയിൽ പാതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതുമൂലം നിരവധി അപകടങ്ങളാണ് സംഭവിച്ചത്. അധികൃതർ ഇടപെട്ട് റോഡിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാറിയിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ഷാജു മാണിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK രാജേഷ് കുമാർ, INTUC പറപ്പൂക്കര മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് മേപ്പുറത്ത്, ബിജു പയ്യപ്പള്ളി, NM പുഷ്പാകരൻ, KU നിത്യാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. അശാസ്ത്രീയമായി റോഡുകളെല്ലാം പൊളിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ജോലി ചെയ്തിരുന്നത് തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ട് വിദ്യാഭ്യാസമില്ലാതെ അല്ലെങ്കിൽ BMS കൊടകര മേഖലയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് കൊടകരയിൽ ഘോഷയാത്ര നടത്തി. മേഖലാ സെക്രട്ടറി രാമൻ, മേഖലാ പ്രസിഡന്റ് പ്രകാശൻ വെള്ളയത്ത്, മേഖലാ ട്രഷറർ മിഥുൻ, പഞ്ചായത്ത് സെക്രട്ടറി വിപിൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിജേഷ് എന്നിവർ കൊടകരയിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മുൻ ദേശീയ ഫുട്ബോൾ താരവും പരിശീലകനുമായ TK ചാത്തുണ്ണിക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ലഭിച്ച ഫുട്ബോളുകൾ അക്കാദമിക്ക് കൈമാറി. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മരണാനന്തരം ലഭിച്ച പന്തുകൾ TK ചാത്തുണ്ണിയുടെ ഭാര്യ സ്വർണലത, സഹോദരൻ വിശ്വംഭരൻ എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് കൈമാറി. അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾക്ക് പരിശീലനത്തിനായാണ് പന്തുകൾ കൈമാറിയത്. സ്കൂൾ മാനേജർ CA ഷാജി, അക്കാദമിക് കോർഡിനേറ്റർ K കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് PR രാജേഷ്, ഹെഡ് മിസ്ട്രസ് മാലിനി MP, ഫുട്ബോൾ താരം സുനിൽ അന്നനാട്, പരിശീലകരായ രാഹുൽ VN, അജിത് ടോമി, അക്കാദമിയിലെ കുട്ടികളായ നീരജ്, നിശാൽ എന്നിവർ ചേർന്ന് പന്തുകൾ ഏറ്റുവാങ്ങി. റീത്തുകൾക്ക് പകരം പന്തുകൾ നൽകിയാൽ മതിയെന്നും അവ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കണമെന്നുമായിരുന്നു TK ചാത്തുണ്ണിയുടെ ആഗ്രഹം. ചാലക്കുടിയിലെ അഭിമാനമായ പ്രിയപ്പെട്ട പരിശീലകന്റെ ഭൗതിക ശരീരം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടാകെ ഫുട്ബോളുകളുമായി അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തി. TK ചാത്തുണ്ണി എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളും സ്വപ്നങ്ങളും പേറിയ ആ കാൽപന്തുകൾ ചാലക്കുടിയിലെ മൈതാനങ്ങളിൽ ഉരുളും. ഇന്നത്തെ സ്വർണ്ണവില
സ്വർണം ഗ്രാമിന് 6850 രൂപ, പവന് 54,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ നടന്ന പുലിക്കളി ആവേശമായി. പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കയറാനൊരുങ്ങുകയാണ് 11-അംഗ മേളസംഘം. കോടാലി താളൂപ്പാടം മുപ്പിളിയിൽ വീട്ടുമുറ്റത്ത് പുലിയിറങ്ങി. നന്ദിക്കര പറപ്പൂക്കര മാപ്രാണ റോഡിൽ മുത്തരത്തിക്കര ഭാഗത്ത് 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.